വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പുതിയ രണ്ട് കൺസെപ്റ്റാണ് പഠിക്കുന്നത്. ബാൻഡ് വാഗൺ ഇഫക്റ്റ്. ഒന്നാമത്തത് ബാൻഡ് വാഗൺ ഇഫക്റ്റ്, രണ്ടാമത് സ്നോബ് ഇഫക്റ്റ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഇഫക്റ്റാണ് വെബ്ലിൻ ഇഫക്റ്റ്. ഈ മൂന്ന് ഇഫക്റ്റും പഠിച്ചു കഴിയുമ്പോഴേക്കും കൺസ്യൂമർ തിയറി പൂർണ്ണമാകും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ്. അതിനകത്ത് ഇപ്പോൾ നമുക്കറിയാം ബാൻഡ് ഉണ്ട്, വാഗൺ ഉണ്ട്, ഇഫക്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് എ കൺസെപ്റ്റ്, നോട്ട് ദി നെയിം ഓഫ് എ പേഴ്സൺ. അതൊരു വ്യക്തിയുടെ പേരല്ല, അതൊരു കൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് എ ഫിനോമിനൻ. അതൊരു ഫിനോമിനൻ ആണ്, അല്ലെങ്കിൽ അതൊരു ട്രെൻഡാണ്, ബിഹേവിയറാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം, പണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ അമേരിക്കയിൽ ഈ വാഗൺ ട്രൂപ്പുകളെ, അതായത് സർക്കസ് കൂടാരത്തിലേക്ക് ആളുകളെ ഇങ്ങനെ വാഗണിൽ കൊണ്ടുപോകും. അപ്പം കൂട്ടം നമ്മൾ ബാൻഡ്, ട്രൂപ്പ് ഓഫ് ബാൻഡ് നമ്മൾ പറയുന്ന പോലെ ഒരു കൂട്ടം ആളുകളെ ഇതിനു വേണ്ടി കൊണ്ടുപോകും. അവിടെയാണ് ബാൻഡ്, അത് വാഗണിൽ കൊണ്ടുപോകും. അപ്പോൾ ഇത് അങ്ങനെ ആ സർക്കസ് അങ്ങ് പോപ്പുലർ ആകുന്നു. അപ്പോൾ ആളുകൾ ഇത് സർക്കസ് പോപ്പുലറായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ കൂട്ടത്തോട് ആളുകൾ അംഗീകരിക്കുന്നത് കണ്ടപ്പോൾ ഇതിനെ ഒരു ട്രെൻഡാക്കി മാറ്റി. അങ്ങനെയാണ് ഈ ടേം യഥാർത്ഥത്തിൽ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാൻഡ് വാഗൺ ഇഫക്റ്റ് ഒന്നുമില്ല, എന്താണ് നോക്കാം. ദി ബാൻഡ് വാഗൺ ഇഫക്റ്റ് റെഫേഴ്സ് ടു പീപ്പിൾ അഡോപ്റ്റിംഗ്. ആളുകൾ അഡോപ്റ്റ് ചെയ്യുന്നു സർട്ടൻ ബിഹേവിയർ, ബിലീഫ് ഓർ ട്രെൻഡ്സ്. ചില ട്രെൻഡ് അല്ലെങ്കിൽ ബിഹേവിയർ ആളുകൾ അഡോപ്റ്റ് ചെയ്യുന്നു. സിംപ്ലി ബിക്കോസ് മെനി അതേഴ്സ് ആർ ഡൂയിങ് സോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യാതിരിക്കും എന്ന ഒരു ചിന്താഗതിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഇഫക്റ്റിന് കാരണമായത്. അപ്പോൾ ആ ഒറിജിനൽ ബാൻഡ് വാഗൺ ആയതുകൊണ്ട് അതിന് അങ്ങനെ ഉണ്ടാകുന്ന ഇഫക്റ്റിനെ ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് റെഫർ ചെയ്യുന്നു. It is a form of social proof where individuals follows the crowd rather than making independent decision. അവിടെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനം അല്ല, പിന്നെ ക്രൗഡാണ്, ജനമാണ് തീരുമാനിക്കുന്നത് ഇയാൾ എങ്ങനെ പെരുമാറണം, ഇയാളുടെ വിശ്വാസം എന്തായിരിക്കണം, ഇയാളുടെ ട്രെൻഡ് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ ക്രൗഡാണ്. അപ്പോൾ ക്രൗഡിൻ്റെ പുറകെ ആളുകൾ പോകുന്നു. അതുകൊണ്ടാണ് അതിനെ ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറയാൻ കാരണം. ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ, എ ന്യൂ ടെക് ഗാഡ്ജറ്റ്. അതായത് ഇപ്പം ഒരു മൊബൈലിൻ്റെ കാലഘട്ടമാണല്ലോ. പുതിയ ഒരു ഐഫോൺ മൊബൈൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആളുകൾ അതിൻ്റെ പിറകെ പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഫാഷൻ ട്രെൻഡ് വന്നാൽ അതിനെ അത് ടീഷർട്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ പിറകെ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഒരു ഫോളോ അപ്പിനെയാണ് യഥാർത്ഥത്തിൽ ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ട്രെൻഡ് ഗെയിൻസ് പോപ്പുലാരിറ്റി. എന്തിനു വേണ്ടിയാണ് പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ജനസമ്മതി നേടുന്നതിന് വേണ്ടിയാണ്. അതിന് സോഷ്യൽ പ്രൂഫ്, ഡിസയർ ഫോർ അക്സെപ്റ്റൻസ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആർ ദ റീസൺസ് ഫോർ ദി ബാൻഡ് വാഗൺ ഇഫക്റ്റ്. ബാൻഡ് വാഗൺ ഇഫക്റ്റിന് കാരണം എന്ന് പറയുന്നത് ഒന്ന് സോഷ്യൽ പ്രൂഫ്, രണ്ടാമത്തത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അതുപോലെ തന്നെ ഡിസയർ ഫോർ അക്സെപ്റ്റൻസ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ബാൻഡ് വാഗണിൻ്റെ റീസൺസ്. മറ്റുള്ളവർ നമ്മൾ ഫോളോ ചെയ്യാതിരുന്നാൽ എന്ത് പറയും എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ ഒരു ഇഫക്റ്റിലേക്ക് വരുന്നത്. For definition, once again we can see the band wagon effect refers to people adopting certain behavior. അതാണ് ആളുകൾ എന്ത് ചെയ്യുന്നു, certain behavior, ചില സ്വഭാവങ്ങൾ, ബിലീഫ് വിശ്വാസം, അതുപോലെ തന്നെ ട്രെൻഡ്സ്. സിമ്പിളായി പറഞ്ഞാൽ ബിക്കോസ് മെനി അതേഴ്സ് ആർ ഫോളോയിങ് ഓർ ഡൂയിങ് സോ. മറ്റുള്ള കുറേ ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. ഇറ്റ് ഈസ് a form of social proof where individuals follows the crowd rather than making independent decision. അവിടെ വ്യക്തി തീരുമാനമല്ല,
അല്ലെങ്കിൽ വ്യക്തികളുടെ തീരുമാനമല്ല ഇത് നിശ്ചയിക്കപ്പെടുന്നത്, പിന്നെന്താണ്? ക്രൗഡാണ്. അതിന് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് എ ന്യൂ ടെക് ഗാഡ്ജറ്റ്, ഫാഷൻ ട്രെൻഡ് ഗെയിൻസ് പോപ്പുലാരിറ്റി. ഇത് ഒക്കെ എന്തിനു വേണ്ടിയാണ്? പോപ്പുലാരിറ്റി നേടുന്നതിന് വേണ്ടി. സോഷ്യൽ പ്രൂഫ്, ഡിസയർ ഫോർ അക്സെപ്റ്റൻസ് ആൻഡ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആർ ദി റീസൺസ് ഫോർ ദി ബാൻഡ്വാഗൺ ഇഫക്റ്റ്. So I hope that what is bandwagon effect. Then next one, snob effect. Snob effect is closely related to conspicuous consumption. Conspicuous consumption എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്പിക്കസ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ തുറന്ന ഒരു ഉപഭോഗം. ആളുകൾ കാണെ സാധനങ്ങൾ, ലക്ഷറിയസ് ഐറ്റംസ് വാങ്ങിച്ചു കൂട്ടുക, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി, വാനിറ്റി കാണിക്കാൻ വേണ്ടി ഒക്കെ ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു, ലക്ഷറി ഐറ്റംസ്. അതാണ് അവിടെ ഈ ടേം ആദ്യമായിട്ട്, അതാണ് കോൺസ്പിക്വസ് കൺസംഷൻ എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? വെബ്ലൻ ആണ്. വെബ്ലനാണ് ആദ്യമായിട്ട് ഈ ടേം ഉപയോഗിച്ചത്. അതെന്ന് പറഞ്ഞാൽ ഓപ്പൺ കൺസംഷൻ ആണ്. ആളുകൾ കാണാൻ തന്നെ ഒരു ലക്ഷറിയസ് ഐറ്റംസ് വാങ്ങിക്കുക. പീപ്പിൾ ഓഫൺ ബൈ എക്സ്പെൻസീവ് ഐറ്റംസ് നോട്ട് ജസ്റ്റ് ഫോർ ദർ ഇൻട്രിൻസിക് വാല്യൂ ഓർ യൂട്ടിലിറ്റി. അത് അതിൻ്റെ ആന്തരികമായിട്ടുള്ള മൂല്യം നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ യൂട്ടിലിറ്റി നോക്കിയിട്ടല്ല, സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ടല്ല, പിന്നെയോ അതൊരു ട്രെൻഡ് ആവുന്നു. ബട്ട് ടു ഡിസ്പ്ലേ, അതാണ് ഡിസ്പ്ലേ വെൽത്ത്, വാനിറ്റി ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഡിഫറൻഷിയേറ്റ് themselves from others. മറ്റുള്ളവരിൽ നിന്ന് ഞാൻ ഒരു വ്യത്യസ്തനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ബൈ അക്വയറിങ് ആൻഡ് ഡിസ്പ്ലേയിങ് ലക്ഷറി ഐറ്റംസ്. അത് എന്നിട്ട് വാങ്ങിച്ചിട്ട് ലക്ഷറി ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്നോബ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്നോബ് ഇഫക്റ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു കോൺസ്പിക്വസ് കൺസംഷൻ. കോൺസ്പിക്വസ് കൺസംഷനുമായിട്ടാണ് അതിന് ക്ലോസ് റിലേഷൻ. ഈ ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? വെബ്ലനാണ്. പീപ്പിൾ ഓഫൺ ബൈ എക്സ്പെൻസീവ് ഐറ്റംസ്. ആളുകൾ എക്സ്പെൻസീവ് ഐറ്റംസ് വാങ്ങിക്കുന്നത് നോട്ട് ഫോർ ഇറ്റ്സ് ഇൻട്രിൻസിക് വാല്യൂ ബട്ട് ഓർ യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ എന്തിനു വേണ്ടിയാണ്? ബട്ട് ഡിസ്പ്ലേ വെൽത്ത്, വാനിറ്റി ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ദംസെൽസ് ഫ്രം അതേഴ്സ് ബൈ അക്വയറിങ് ആൻഡ് ഡിസ്പ്ലേയിങ് ലക്ഷറിയസ് ഐറ്റംസ്. അപ്പോൾ ഈ രണ്ട് ടേംസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Next we come to the multiple choice questions based on these two concepts. Okay, first one, the bandwagon effect describes the phenomenon where people, എന്താണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ആ ഫിനോമിനൻ അല്ലെങ്കിൽ ആ കൺസെപ്റ്റ്. വേർ പീപ്പിള് ജനങ്ങൾ എന്താ അവിടെ അതിൽ മേക്ക് റാഷണൽ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ത്രൂ റിസർച്ചിലൂടെ അവർ എന്ത് ചെയ്യുന്നു? പീപ്പിൾ മേക്ക് റാഷണൽ ഡിസിഷൻസ്, യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു. ബേസ്ഡ് ഓൺ ത്രൂ റിസർച്ചിലൂടെ. അതാണ് ഇത് ദി ബാൻഡ് വാഗൺ ഇഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ, ഡു സംതിങ് പ്രൈമർലി ബിക്കോസ് അതർ പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. മറ്റാളുകൾ ചെയ്യുന്നത് കണ്ടിട്ട് അതിനെ പിന്തുടരുക, അതിനെ ഡു സംതിങ്, എന്തെങ്കിലും ചെയ്യുക, പ്രൈമറി ആയിട്ട്. ബിക്കോസ് അതർ പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ അതിനെ ഫോളോ ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് അങ്ങനെ ചെയ്യുക. മൂന്നാമത്തതോ, ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഡിസ്റിഗാർഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. സാമൂഹ്യമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് അതിന് ഇൻഫ്ലുവൻസിന് വിധേയമാവുക. ആൾവേസ് മേക്ക് ദി ബെസ്റ്റ് ചോയ്സസ്. എല്ലായ്പ്പോഴും നല്ല ചോയ്സ് തിരഞ്ഞെടുക്കുക. ഇതിൽ ഏതാണ് ആൻസർ? ബേസ്ഡ് ഓൺ ത്രൂ റിസർച്ച് ആണോ? ഡു സംതിങ് പ്രൈമർലി ബിക്കോസ്
അതർ പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. മറ്റുള്ളവരെ ചെയ്യുന്നു, അതുകൊണ്ട് ഡു സംതിങ് പ്രൈമർലി ബിക്കോസ് അതർ പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ലൈക്ലി റീസൺ ഫോർ ദി ബാൻഡ് വാഗൺ ഇഫക്റ്റ്. ബാൻഡ് വാഗൺ ഇഫക്റ്റിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ലൈക്ലി റീസൺ അല്ലാത്തത് ഏതാണ്? ഒന്ന് സോഷ്യൽ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ലൈക്ലി റീസൺ ആണ്. പിന്നെ ഫോമോ എന്താണ്? ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. എൻ്റെ ഷോർട്ട് ഫോം ഞാൻ എഴുതുന്നില്ല, FOMO. അതാണോ? ഫിയറിംഗ് ഓഫ് മിസ്സിങ് ഔട്ട് ആണോ? ഡിസയർ ഫോർ ബിലോങ്ങിങ്, സ്വന്തമാക്കാനുള്ള ആഗ്രഹമാണോ? ഇൻഡിപെൻഡൻറ്റ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണോ? ഇൻഡിപെൻഡൻറ്റ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് യഥാർത്ഥത്തിൽ എന്ത്? നോട്ട് എ ലൈക്ലി റീസൺ. ബാക്കിയെല്ലാം ലൈക്ലി റീസൺ ആണ്. ഏതൊക്കെ? സോഷ്യൽ പ്രൂഫ്, പിന്നെ ഫിയർ ഓഫ് FOMO, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഡിസയർ ഫോർ ബിലോങ്ങിങ്. ഇൻഡിപെൻഡൻറ്റ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ഇതിൽ അല്ലാത്തത്. ബാക്കി മൂന്നെണ്ണവും ആണ്. ഇതതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റീസൺസ് ആണ്. ഇതിൻ്റെ റീസൺസ് ആണ്. ഏതിൻ്റെ? ദി ബാൻഡ് വാഗൺ ഇഫക്റ്റിൻ്റെ റീസൺസ് ആണ് സോഷ്യൽ പ്രൂഫും ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടും ഡിസയർ ഫോർ ബിലോങ്ങിങ്ങും. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ചോയ്സ്, എ ന്യൂ റെസ്റ്റോറൻറ്റ് ബിക്കെയിം പോപ്പുലർ. ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ജനസമ്മതം നേടുന്നു. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ മെനി പീപ്പിൾ ആർ സീൻ ക്യൂയിങ് ഔട്ട്സൈഡ്. അതായത് ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നു അകത്ത് കടക്കാൻ വേണ്ടി. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് എന്തിന് ഉദാഹരണമാണ്? ബാൻഡ് വാഗൺ ഇഫക്റ്റിന് ഉദാഹരണമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്താണ്? ബാൻഡ് വാഗൺ ഇഫക്റ്റിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇതുപോലെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചിരിക്കുന്നു. അവിടെ കാരണം ആ ഒരു ട്രെൻഡായി, അല്ലെങ്കിൽ അതൊരു ഹാബിറ്റായി മാറി. അതല്ലെങ്കിൽ അവർ എന്താണ് ട്രെൻഡോ പ്രത്യേക ഇഫക്റ്റായി മാറിയത് കൊണ്ടാണ്, ക്യാരക്ടറൈസ് അങ്ങനെയായി മാറി. അപ്പോൾ ഇതിന് ഉദാഹരണം ബാൻഡ് വാഗൺ ഇഫക്റ്റ് ആണ്, അല്ലാതെ സ്നോബ് ഇഫക്റ്റോ വെബ്ലൻ ഇഫക്റ്റോ നൺ ഓഫ് ദീസ്, ഇതൊന്നും അല്ല. ഇതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാൻഡ് വാഗൺ ഇഫക്റ്റ് ക്യാൻ ഹാവ് വിച്ച് ഓഫ് ദി ഫോളോയിങ്. ബാൻഡ് വാഗൺ ഇഫക്റ്റ് ക്യാൻ ഹാവ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കോൺസിക്വൻസസ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാൻഡ് വാഗൺ ഇഫക്റ്റ് എതിനെയാണ്, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? ഓൺലി നെഗറ്റീവ് കോൺസിക്വൻസസ് സച്ചസ് ഫിനാൻഷ്യൽ ബബിൾസ്, ഒന്നാമത്തെ ചോയ്സ്. ഓൺലി പോസിറ്റീവ് കോൺസിക്വൻസസ് സച്ചസ് റാപ്പിഡ് അഡോപ്ഷൻ ഓഫ് ബെനഫിഷ്യൽ ബിഹേവിയർ. സി, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോൺസിക്വൻസസ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോൺസിക്വൻസസ്. ഇതിന് പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവുമായിട്ടുള്ള അനന്തരഫലം ഉണ്ട് എന്നർത്ഥം. ദെൻ നെക്സ്റ്റ്, ഹൗ ക്യാൻ യു ബെസ്റ്റ് ബീയിങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ബാൻഡ് വാഗൺ ഇഫക്റ്റ്. ആൾവേസ് ഫോളോ ദി ക്രൗഡ് ടു ഫിറ്റ് ഇറ്റ്. അത് എല്ലായ്പ്പോഴും എതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ക്രൗഡിനെ. ആൾവേസ് ഫോളോ ദി ക്രൗഡ് ടു ഫിറ്റ് ഇറ്റ്. ബ്ലൈൻഡ് ട്രസ്റ്റ് യുവർ ഗട്ട്സ് ഫീലിംഗ് വിത്തൗട്ട് കൺസിഡറിങ് അതേഴ്സ് ഒപ്പീനിയൻസ്. മറ്റുള്ളവരുടെ അഭിപ്രായം സ്വീകരിക്കാതെ തന്നെ. അപ്പം അതൊരു ബ്ലൈൻഡ് ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ. ദെൻ തിങ്ക് ക്രിട്ടിക്കലി. അടുത്തത് തിങ്ക് ക്രിട്ടിക്കലി, എങ്ങനെ വിമർശനാപരമായിട്ട് ചിന്തിക്കുക എന്നുള്ളത്. ദെൻ ഡി, ഓൺലി ലിസൺ ടു പീപ്പിൾ ഹു എഗ്രി വിത്ത് യു. നിങ്ങളോട് യോജിക്കുന്നവരോട് മാത്രം, അല്ലെങ്കിൽ അവരെ മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക. ഇതാണ് അതിൽ ഇതിൻ്റെ നാലാമത്തെ ആൻസർ, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോൺസിക്വൻസസ്. അഞ്ചാമത്തെ ആൻസർ ഏതാണ്? ആൾവേസ് ഫോളോ ദി ക്രൗഡ് ടു ഫിറ്റ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെനേറിയോസ് ബെസ്റ്റ് ഇല്ലസ്ട്രേറ്റ്സ് ദി ബാൻഡ് വാഗൺ ഇഫക്റ്റ്. ബാൻഡ് വാഗൺ ഇഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ തന്നിരിക്കുന്നതിൽ ബെസ്റ്റ് ഇല്ലസ്ട്രേറ്റ്സ് സെനറിയോ ഏതാണ്? ഇൻവെസ്റ്റിംഗ്, പ്രത്യേകിച്ച് ഇൻവെസ്റ്റിംഗ്, നിക്ഷേപ രംഗത്തെ. ആൻ ഇൻവെസ്റ്റർ കെയർഫുള്ളി
റിസർച്ചസ് എ കമ്പനി ബിഫോർ ബൈയിങ് ഇറ്റ്സ് സ്റ്റോക്ക്. അതായത് ഒരു ഇൻവെസ്റ്റർ എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റർ കെയർഫുള്ളി റിസർച്ചസ്, വളരെ ശ്രദ്ധിച്ച് റിസർച്ച് ചെയ്യുന്നു ഒരു കമ്പനി ബിഫോർ ബൈയിങ് ഇറ്റ്സ് സ്റ്റോക്ക്, അതിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കുന്നതിന് മുൻപേ. ഒന്നാമത്തെ ചോയ്സ്. 2, ആൻ ഇൻവെസ്റ്റർ ബൈസ് എ സ്റ്റോക്ക് സോൺലി ബിക്കോസ് ഇറ്റ് ഈസ് ട്രേഡിംഗ് ആൻഡ് എവരി വൺ എൽസ് ഈസ് ബൈയിങ് ഇറ്റ്. അതെല്ലാവരും വാങ്ങിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ട്രേഡിംഗ് ആണോ എന്ന് നോക്കിയിട്ട് തീരുമാനിക്കുന്നു. ആൻ ഇൻവെസ്റ്റർ ബൈസ് എ സ്റ്റോക്ക്, അയാൾ സ്റ്റോക്ക് വാങ്ങിക്കുന്നത് എങ്ങനെ മാത്രം? സോൺലി ബിക്കോസ് ഇറ്റ് ഈസ് ട്രേഡിംഗ് ആൻഡ് എവരി വൺ എൽസ് ഈസ് ബൈയിങ് ഇറ്റ്. അതെല്ലാവരും വാങ്ങിക്കുന്നോ എന്ന് നോക്കിയിട്ട്, ആ ട്രെൻഡ് നോക്കിയിട്ട്. 3, ആൻ ഇൻവെസ്റ്റർ ഡൈവേഴ്സിഫൈസ് ദെയർ പോർട്ട്ഫോളിയോ ടു മിനിമൈസ് റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി അയാളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് അയാൾ ഡൈവേഴ്സ് ചെയ്യുന്നു. D, ആൻ ഇൻവെസ്റ്റർ സെൽസ് എ സ്റ്റോക്ക് ആഫ്റ്റർ ഇറ്റ് വാസ് സിഗ്നിഫിക്കൻ്റ്ലി ഡൈവേഴ്സ് ഇൻ വാല്യൂ. ഇതിൽ ആൻസർ ഏതാണ്? അപ്പോൾ രണ്ടാമത്തെ, ആൻ ഇൻവെസ്റ്റർ ബൈസ് എ സ്റ്റോക്ക് ഓൺലി ബിക്കോസ് ഇറ്റ് ഈസ് ട്രേഡിംഗ് ആൻഡ് എവരി വൺ എൽസ് ഈസ് ബൈയിങ്. അതാണ് അതിൻ്റെ ബൈയിങ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത 7ാമത്തേത്, ദി ബാൻഡ് വാഗൺ ഇഫക്റ്റ് ഈസ് മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു. ബാൻഡ് വാഗൺ ഇഫക്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതുമായിട്ടാണ്? ഇൻഡിപെൻഡൻറ്റ് തോട്ട്, സ്വതന്ത്ര ചിന്ത, ഹേർഡ് മെൻറ്റാലിറ്റി. ഹേർഡ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ കൂട്ടായ ഒരു മാനസികാവസ്ഥ. ഹേർഡ് കൂട്ടായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ മനസ്ഥിതി, ആ മാനസികാവസ്ഥ. റാഷണൽ ഡിസിഷൻ മേക്കിംഗ്, യുക്തിപരമായ ചിന്തിച്ച് തീരുമാനമെടുക്കൽ. ദെൻ ഇൻഡിവിജ്വലിസം. ഇതിൽ ഏതാണ് ആൻസർ? ദി ബാൻഡ് വാഗൺ ഇഫക്റ്റ് ഈസ് മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഹേർഡ് മെൻറ്റാലിറ്റി. ഇതാണ് ആൻസർ, ഹേർഡ് മെൻറ്റാലിറ്റി. ദെൻ എ ഫാഷൻ ട്രെൻഡ് ബിക്കമിങ് പോപ്പുലർ. ഫാഷൻ ട്രെൻഡ് ഇപ്പോൾ ജനസമ്മതി നേടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് എവരി വൺ സ്റ്റാർട്ടിങ് ടു വിയർ ദി സെയിം സ്റ്റൈൽ ഓഫ് ക്ലോത്തിങ് ഈസ് എ റിയൽ വേൾഡ്. യഥാർത്ഥത്തിൽ ഇത് ഫാഷൻ, അതൊരു ട്രെൻഡായി മാറിയിരിക്കുന്നു. എല്ലാവരും ആ സ്റ്റൈല് ഫോളോ ചെയ്യുന്നു ഈ ആധുനിക ലോകത്തിൽ. ഈസ് എ റിയൽ വേൾഡ്. അങ്ങനെ ഈ റിയൽ വേൾഡിൽ ഫോളോ ചെയ്യുന്നു. ഇതിന് നമുക്ക് ഏത് ഇഫക്റ്റ് എന്ന് പറയാം? അതിൻ്റെ ചോയ്സ് 1, ബാൻഡ് വാഗൺ ഇഫക്റ്റ്. അത് ആദ്യത്തെ ചോയ്സ് എ, ബാൻഡ് വാഗൺ ഇഫക്റ്റ് ആണോ? സ്നോബ് ഇഫക്റ്റ് ആണോ? പിന്നെ വെബ്ലിൻ ഇഫക്റ്റ് ആണോ? നൺ ഓഫ് ദീസ്. ഇതിലേത് ഇഫക്റ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ എ ഫാഷൻ ട്രെൻഡ് ബിക്കമിങ് പോപ്പുലർ ആൻഡ് എവരി വൺ സ്റ്റാർട്ടിങ് ടു വിയർ ദി സെയിം സ്റ്റൈൽ ഓഫ് ക്ലോത്തിങ് ഈസ് എ റിയൽ വേൾഡ് സിറ്റുവേഷനിൽ ഏതാണ്? ബാൻഡ് വാഗൺ ഇഫക്റ്റ് ആണ്. സോ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട 2 ടേംസ് പഠിച്ചു, 2 ഇഫക്റ്റ് പഠിച്ചു. ഇനി ഒരു ഇഫക്റ്റ് കൂടെ ഉണ്ട്, അത് കഴിയുമ്പോഴത്തേക്കും കൺസ്യൂമർ തിയറി പൂർണ്ണമാകും. സോ ഐ ഹോപ്പ് ദാറ്റ് യു understood today's class. Please subscribe, share and support me. Okay, thank you.